കഥയെ ആരംഭിക്കുന്നത് 1928 ന്യൂജേഴ്സിയിലാണ്. ന്യൂജേഴ്സിയിലെ പ്രശസ്തമായൊരു മ്യൂസിയം ബി എന്ന് വിളിക്കുന്ന ബിയാട്രിക്സ് എന്ന പെൺകുട്ടി സന്ദർശിക്കുകയായിരുന്നു. ഹൈസ്കൂൾ ക്ലാസ്സിലെ കുട്ടികൾക്കൊപ്പമാണ് സന്ദർശനം. മ്യൂസിയത്തിനകത്തെത്തിയപ്പോ മനോഹരമായി തോന്നിയ ഒരു സംഗീതോപകരണം അവൾ കുറച്ചുനേരം നോക്കിക്കൊണ്ടു നിന്നു. അവൾക്കതിൽ വല്ലാതെ കൗതുകം തോന്നി. ഒരുപാട് പഴക്കം ചെന്ന ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണത്. അവൾക്ക് അതിലൊന്ന് തൊടണമെന്നുണ്ടായിരുന്നു. പക്ഷെ അവളുടെ ടീച്ചർ അത്തരത്തിലൊന്നും ചെയ്യരുത് എന്നവളെ വാൺ ചെയ്തു. എന്നിരുന്നാലും ബി അതിൽ പോയി ടച്ച് ചെയ്യുക തന്നെ ചെയ്തു. എന്താ ടീച്ചർ പറഞ്ഞിട്ടും നീ എങ്ങനെ ചെയ്തത് എന്നൊരു കൂട്ടുകാരൻ ബിയോട് ചോദിച്ചിരുന്നു. പക്ഷെ ബി പറഞ്ഞത് അതൊരുപാട് പഴക്കം ചെന്നതാണ്. പിന്നാലെ എനിക്കതിൽ ഒരുപാട് കൗതുകവും തോന്നി, അതുകൊണ്ട് ചെയ്തതാ എന്ന മട്ടിൽ മാത്രമായിരുന്നു. അവരെങ്ങനെ മുമ്പോട്ട് നടക്കുമ്പോ അകത്തേക്ക് പ്രവേശനമില്ല എന്നെഴുതിയൊരു ഭാഗം ബി നോക്കി കണ്ടു. വീണ്ടും അവളിലെ കൗതുകമുണർന്നു. അവൾ അകത്തേക്ക് കടന്നു കയറാൻ തുടങ്ങി. അകത്തേക്കെത്തിയവൾ അവിടെ സൂക്ഷിക്കപ്പെട്ടിരുന്ന 2 മോതിരങ്ങൾ കാണുകയാണ്. വളരെ ഭംഗിയാർന്ന പഴമയുറ്റ 2 മോതിരങ്ങൾ. അതിലൊന്ന് അവളെടുത്ത് കയ്യിൽ പിടിച്ചു. പെട്ടെന്നായിരുന്നു അങ്ങോട്ടേക്ക് ഒരു സെക്യൂരിറ്റി ഗാർഡ് വന്നത്. നീ എങ്ങനെ ഇവിടെ എത്തി? ഇത് പ്രവേശനമില്ലാത്ത ഏരിയയാണല്ലോ എന്ന മട്ടിൽ സെക്യൂരിറ്റി ഗാർഡ് ചോദിച്ചു. അവളോട് പുറത്തു പോവാൻ പറഞ്ഞു. എങ്ങനെയെങ്കിലും മാറിങ്ങ് തിരികെ വെക്കാൻ ബി ശ്രമിച്ചെങ്കിലും ബിക്ക് അത് സാധിക്കുന്നുണ്ടായിരുന്നില്ല. സെക്യൂരിറ്റി ഗാർഡ് കൈയോടെ പിടിച്ചാൽ വലിയ പണിഷ്മെന്റ് കിട്ടിയാലോ എന്ന് ഭയന്ന് അവൾ ആ റിങ് തന്റെ കയ്യിൽ തന്നെ വെച്ചു. ആ റിങ് കയ്യിൽ ധരിച്ചുകൊണ്ടായിരുന്നു അവൾ അന്ന് മ്യൂസിയം വിട്ടിറങ്ങിയത്. പക്ഷേ റോട്ടിലേക്ക് ഇറങ്ങിയതും അവൾ ആ റിങ് എടുത്ത് അതിന്റെ ഭംഗിയിൽ ഒരു നിമിഷം നോക്കി നിന്നു. ആ സമയത്തെ ശ്രദ്ധ തെറ്റൽ അവളുടെ ജീവനെടുക്കും എന്നവൾ കരുതിയിരുന്നില്ല. വേഗത്തിൽ വന്നൊരു കാറ് അവളെ ഇടിച്ചു തെറിപ്പിച്ചു. അവൾ മരണമടഞ്ഞു. കഥ അവിടെ നിന്നും പ്രസന്റിലേക്ക് വരുന്നു. വർഷം 2024. കോൾ എന്ന പേരുള്ള ഒരു മകനും അവന്റെ അമ്മയും പുതിയൊരു വീട്ടിലേക്ക് താമസം മാറ്റുകയായിരുന്നു. വീട്ടിലേക്ക് സാധനങ്ങൾ മാറ്റി താമസം തുടങ്ങുമ്പോൾ തന്നെ അവിടെ എന്തോ വിചിത്രമായി കോളിന് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അന്ന് വൈകിട്ട് എല്ലാം ഒതുക്കി അമ്മയും മകനും കൂടി ഭക്ഷണമൊക്കെ പാകം ചെയ്ത് കഴിക്കാനും പഴയ ഓർമ്മകളെ പറ്റിയും അച്ഛനെ പറ്റിയുമൊക്കെ സംസാരിച്ചിരിക്കാനും തുടങ്ങി. പെട്ടെന്നാണ് മുകളിൽ ഒരു ശബ്ദം കേട്ടത്. കോള് മുകളിലേക്ക് പോയി നോക്കിയപ്പോൾ കണ്ടത് ഒരു ഫോട്ടോ ബോർഡ് താഴെ വീണ് കിടക്കുന്നതായിരുന്നു. അവൻ അതെടുത്ത് തിരികെ വെച്ചു. ഈ സമയമാണ് അവനരികിൽ ബി പ്രത്യക്ഷപ്പെടുന്നത്. ബിയിനെ കാണാൻ കോളിന് പറ്റുന്നേയുണ്ടായിരുന്നില്ല. കാരണം ബി അപ്പോൾ ഒരു പ്രേതമാണ്. ബി കോളിനടുക്കൽ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇത് നിങ്ങളുടെ അച്ഛന്റെ ഫോട്ടോസ് ആണോ എന്നൊക്കെയായിരുന്നു ബി കോളിനോട് ചോദിച്ചുകൊണ്ടിരുന്നത്. കോളാണെങ്കിൽ അതൊന്നും കേൾക്കുന്നു പോലുമില്ല. ബിയെ ശ്രദ്ധിക്കാതെ കോൾ അതുകൊണ്ട് തന്നെ റൂം വിട്ട് പുറത്തിറങ്ങി. അടുത്ത ദിവസം കോൾ പതിവ് പോലെ സ്കൂളിൽ പോയി. അന്ന് അധ്യാപകൻ അവനോടൊരു ചോദ്യം ചോദിച്ചു. കൃത്യമായ ഉത്തരം അവൻ അറിയുക പോലും ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും കളവ് പറഞ്ഞ് രക്ഷപ്പെടാൻ അവൻ ശ്രമിച്ചു. അധ്യാപകന് അത് മനസ്സിലായെങ്കിലും അവിടെ വെച്ച് അദ്ദേഹം ഒന്നും തന്നെ പറഞ്ഞില്ല. വൈകാതെ അധ്യാപകൻ മാറ്റി നിർത്തി അവനോട് സംസാരിച്ചു. നീ കളവ് പറഞ്ഞതാണ് എന്നെനിക്ക് മനസ്സിലായി. എന്തിനാണ് ഇങ്ങനെ കളവ് പറയുന്നത്? സത്യസന്ധത വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന തരത്തിൽ അധ്യാപകൻ അവനെ ഉപദേശിച്ചു. പിന്നീട് അവൻ ഒരിടത്ത് തനിച്ചിരിക്കുമ്പോ ലിഡിയ എന്ന പേരുള്ള ഒരു പെൺകുട്ടി അവന്റെ അരികിലേക്ക് വന്നു. അവനോട് സംസാരിക്കാൻ തുടങ്ങി. അവന്റെ കാര്യത്തിൽ അവൾക്ക് ചില കാര്യങ്ങൾ വല്ലാതെ സ്ട്രെയിഞ്ചായി ഫീൽ ചെയ്യുന്നുണ്ട്. നിന്റെ ചുറ്റിലും ഒരു ഡെത്ത് എനർജി ഉള്ള പോലെ അനുഭവപ്പെടുന്നത് എന്ന മട്ടിൽ അവൾ അവനോട് പറഞ്ഞു. അവനാണെങ്കിൽ അതൊന്നും കാര്യമായി മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇത് മാറ്റാൻ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഞാൻ ചെയ്തു തരാട്ടോ എന്ന മട്ടിൽ ലിഡിയ പറഞ്ഞെങ്കിലും അവനതിന് കാര്യമായി ശ്രദ്ധ കൊടുത്തില്ല. ലിഡിയ പിന്നാലെ അവളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞ് എന്റെ മുത്തച്ഛന് ഒരു ബുക്ക് സ്റ്റോർ ഉണ്ട് എന്ന കാര്യവും അറിയിച്ച് അവിടെ നിന്ന് പോന്നു. കോളിന്റെ അച്ഛൻ താമസിച്ചിരുന്ന വീടായിരുന്നു അത്. അന്ന് ആ വീട്ടിലെ ഒരു മുറിയിലേക്ക് കോള് കയറി ചെന്നു. അവിടെ ഒരു ബുക്ക് അവൻ നോക്കിക്കാണുകയാണ്. ബി എന്ന് പേരെഴുതിയിരുന്ന ആ പുസ്തകം ബി എന്ന പേരിൽ വിളിക്കപ്പെട്ടിരുന്ന ആരുടെയോ ആണ് എന്ന് കോള് മനസ്സിലാക്കി. അവൻ ആ ബുക്ക് തുറന്നു നോക്കാൻ ശ്രമിച്ചതും പെട്ടെന്ന് ആ ബുക്ക് താനെ അടഞ്ഞു. അവന് വല്ലാതെ തോന്നി. ആ ബുക്ക് തിരികെ വയ്ക്കാനായി അവൻ ശ്രമിച്ചതും അതിൽ നിന്നൊരു മോതിരം താഴെ വീണു. അടുത്ത ദിവസം അവൻ അവിടെ നിന്ന് പോവാൻ വേണ്ടി ഇറങ്ങുമ്പോ വീണ്ടും ആ മോതിരം കാണുകയാണ്. ആ മോതിരം ഒന്ന് ധരിച്ചു നോക്കാൻ അതോടെ അവൻ തീരുമാനിച്ചു. പെട്ടെന്നായിരുന്നു അവന് പിന്നിലായി ബിയുടെ പ്രേതം പ്രത്യക്ഷപ്പെട്ടത്. ഭയന്ന് അവൻ താഴെ വീണു. അവന്റെ കയ്യിൽ നിന്ന് ആ മോതിരം ഊരിപ്പോന്നിരുന്നു. അതിശയത്തോടെ കോൾ ആ മോതിരത്തിലേക്ക് നോക്കി. ഞെട്ടലോടെ ആ ബുക്കിലുണ്ടായിരുന്ന ഫോട്ടോസിൽ കാണപ്പെട്ട ബി എന്ന ലേഡിയെയാണ് താൻ കണ്ടത് എന്നവൻ തിരിച്ചറിഞ്ഞു. മോതിരമാകട്ടെ വായുവിൽ ഉയർന്നു പൊന്തി നിൽക്കുന്നു. അവൻ വല്ലാതെ ഭയപ്പെടുന്നുണ്ടായിരുന്നു. മോതിരം ഒടുവിൽ അവൻ തന്റെ കയ്യിലേക്ക് ഇട്ടു. ബിയുടെ പ്രേതം വീണ്ടും അവന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. പക്ഷെ ഇത്തവണ വന്നതും അവനോട് പേടിക്കരുത്, ഞാൻ ഉപദ്രവിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ബി പ്രത്യക്ഷപ്പെട്ടത്. പിന്നാലെ ബി തന്നെപ്പറ്റി കോളിനോട് സംസാരിച്ചു.
തന്നെ സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്തു. മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങിയ താൻ ഒരു കാറിടിച്ച് മരണപ്പെട്ട കാര്യവും പിന്നീട് ഇവിടെയാണ് താൻ വന്ന് പെട്ടതെന്നും തനിക്ക് ഒരു തരത്തിലും ഈ വീട് വിട്ട് പുറത്തേക്ക് പോവാൻ പറ്റുന്നില്ല, താൻ ഇവിടെ അടച്ചുപൂട്ടപ്പെട്ട നിലയിലാണ് എന്ന് ബി അവനോട് പറഞ്ഞു. മുമ്പ് താൻ അതിനെ ശ്രമിച്ചു നോക്കിയിട്ടുണ്ടെന്നും പക്ഷേ പുറത്തേക്ക് പോവാൻ പറ്റാത്ത വിധം എന്തോ ഒന്ന് തന്നെ തടയുന്നതായും ബി അവനെ അറിയിച്ചു. അവനങ്ങനെ ആരോടോ സംസാരിക്കുന്ന ശബ്ദം കേട്ട് കോളിന്റെ അമ്മ അങ്ങോട്ടേക്ക് കയറി വന്നു. പെട്ടെന്ന് അവൻ വല്ലാതെ നെർവസ് ആയി. ബിയെ അമ്മ കണ്ടാലോ എന്നായിരുന്നു അവന്റെ പേടി. പക്ഷെ ബി അവനോട് പറഞ്ഞു, ഞാൻ വിചാരിച്ചാലല്ലാതെ എന്നെ ആർക്കും കാണാൻ സാധിക്കില്ല, ഇപ്പോൾ നിനക്ക് മാത്രമേ എന്നെ കാണാൻ പറ്റൂ. കോളിൻ അപ്പോഴും അതൊന്നും അങ്ങോട്ടേക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. താനിതൊക്കെ വെറുതെ ചിന്തിക്കുന്നതോ അല്ലെങ്കിൽ തോന്നുന്നതോ ആവും എന്ന് ചിന്തിച്ച് മോതിരം ഊരി മാറ്റിവെച്ച് അവൻ സ്കൂളിലേക്ക് പോയി. അന്ന് തിരികെ വീട്ടിലെത്തിയവൻ ബി പോയിട്ടുണ്ടാകും എന്ന് ചിന്തിച്ച് വീണ്ടും ആ മോതിരം എടുത്തണിഞ്ഞു. അവിടെങ്ങും ആദ്യം ബിയെ കാണുന്നുണ്ടായിരുന്നില്ല. എല്ലാം തന്നെ തോന്നലായിരിക്കും എന്ന് കരുതി അവൻ ആശ്വസിച്ചു. പക്ഷേ വാർഡോബ് തുറന്നതും ബിയത അതിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരുന്നു. കോളാദ്യം ഭയന്നിരുന്നു. പിന്നീട് അവൻ കുറച്ച് ഓക്കെയായി. ഇങ്ങനെ പോയാൽ ശരിയാവില്ല, അതെല്ലാത്തിനെയും ബാധിക്കും. ഈ മോതിരം താൻ ഉപയോഗിക്കാതിരിക്കുന്നതാവും ബിക്കും തനിക്കും നല്ലത് എന്ന മട്ടിൽ അവൻ ആദ്യം പറഞ്ഞു. പക്ഷേ അങ്ങനെ ചെയ്യരുത് എന്ന മട്ടിൽ ബി പറഞ്ഞപ്പോ, എങ്കിൽ ഞാൻ പറയുന്നത് ബി അനുസരിക്കണം, ഇല്ലെങ്കിൽ എനിക്ക് മോതിരം ഊരി മാറ്റേണ്ടി വരും എന്നായി അവന്റെ വാദം. അവൻ പറയുന്നതൊന്നും ബി അനുസരിക്കുന്നുണ്ടായിരുന്നില്ല. അതോടെ മോതിരം ഊരി മാറ്റിവെച്ച് അവന് ഹോംവർക്ക് ചെയ്യാൻ വേണ്ടി ഇരിക്കേണ്ടി വന്നു. ബി അതോടെ ശബ്ദമുണ്ടാക്കാനും അവിടുത്തെ സാധനങ്ങൾ മറ്റും ഇളക്കി കോളിനെ ഡിസ്റ്റർബ് ചെയ്യാനും ആരംഭിച്ചു. ഒടുവിൽ കോള് തന്നെ മോതിരം വീണ്ടും എടുത്തണിഞ്ഞു. ബി വീണ്ടും അവന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. കോളിന്റെ മുറിയിൽ കുറെ ഫോട്ടോസും മറ്റും ഒട്ടിച്ചു വെക്കപ്പെട്ടിരുന്നു. അതിലൊരു ഫോട്ടോയിലെ ലേഡിയെ കണ്ട് ഇതാരാണ് എന്ന് ബി ചോദിച്ചു. ആ പോസ്റ്ററിലുള്ളത് ഒരു സിംഗറാണെന്നും ആ പോസ്റ്റേഴ്സൊക്കെ മ്യൂസിക് റിലേറ്റഡ് ആയതുമാണ് എന്ന തരത്തിൽ അവൻ മറുപടി പറഞ്ഞു. അപ്പോഴാണ് അവിടെ തൂക്കിയിരുന്ന ഗിത്താറ് ബി ശ്രദ്ധിക്കുന്നത്. നിനക്കിത് വായിക്കാൻ അറിയാമോ എന്ന് ബി ചോദിച്ചു. ഞാൻ മുമ്പ് വായിച്ചിരുന്നു, ഇനിയൊരിക്കലും വായിക്കില്ല എന്നായിരുന്നു അവന്റെ മറുപടി. വെറുതെ അതുമിതുമൊക്കെ എടുത്ത് എല്ലാം അലമ്പാക്കല്ലേ എന്ന മട്ടിൽ കോള് ബിയോട് പറഞ്ഞു. എന്തോ ഒരു റിഗ്രറ്റ് കോളിന്റെ ഉള്ളിൽ മ്യൂസിക്കിനെ പറ്റി കിടക്കുന്നുണ്ടായിരുന്നു. വൈകുന്നേരം കോൾ ഭക്ഷണം കഴിക്കാനിരുന്നു. ബി അവന്റെ ഒപ്പം ചെന്നിരുന്നു. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വസ്തുക്കളെടുത്ത് അവനെ സഹായിക്കാൻ ബി ശ്രമിക്കുന്നുണ്ടായിരുന്നു. അമ്മ അത് കണ്ടേക്കുമോ എന്നൊക്കെയോർത്ത് കോള് ഭയപ്പെട്ടു. അന്ന് സംസാരിക്കുമ്പോ അച്ഛനെ പറ്റി അമ്മ ചോദിച്ചപ്പോ കോള് വല്ലാതെ ദുഃഖിക്കുന്നുണ്ടായിരുന്നു. അന്ന് റൂമിലേക്ക് എത്തിയപ്പോ കോള് ബിയുമായി സംസാരിച്ചു. അവർ തമ്മിൽ ഒരു ഡീലിലെത്താൻ തീരുമാനിച്ചു. ബി പോയി തന്റെ അമ്മയെ ഉപദ്രവിക്കുകയോ അമ്മയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയോ ഒന്നും തന്നെ ചെയ്യരുത്. അങ്ങനാണെങ്കിൽ ഞാൻ ഈ റിങ് മുഴുവൻ സമയവും വിരലിൽ ധരിച്ചുകൊള്ളാം. പിന്നീട് ബിയും കോളും ഇരുന്ന് സംസാരിച്ചു. സംസാരത്തിലൂടെയാണ് ബി കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. താൻ മരിച്ചിട്ട് ഏകദേശം 100 കൊല്ലക്കാലം കഴിഞ്ഞെന്ന്. മാത്രമല്ല ഞെട്ടിക്കുന്നൊരു സത്യം കൂടി അവൾ മനസ്സിലാക്കി. റിങ് ധരിച്ചൊരു വ്യക്തി കൂടെയുണ്ടെങ്കിൽ ബിക്ക് അയാൾക്കൊപ്പം പുറത്തു പോവാൻ സാധിക്കും. ആ ഒരു കാലയളവ് മുഴുവൻ വീട്ടിൽ കുടുങ്ങിക്കിടന്ന ബിക്ക് പുറം ലോകം വളരെ അതിശയകരമായി തോന്നിയിരുന്നു. പുറം ലോകത്ത് താൻ മിസ് ചെയ്ത ഓരോ കാര്യങ്ങളും ബി നോക്കിക്കാണാൻ തുടങ്ങി. പുതിയ തരം കാറുകളും സ്കേറ്റ് ബോർഡ്സും ഒക്കെയും ബിക്ക് അതിശയം പകരുന്നതായിരുന്നു. കോളിന് മ്യൂസിക്കിൽ താല്പര്യമുണ്ടായിരുന്നതുകൊണ്ട് ബിക്കും അതിൽ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് പലപ്പോഴും അവരുടെ സംസാരം അതുമായി ചുറ്റിപ്പറ്റി നിന്നു. മ്യൂസീഷ്യൻസിനെ പറ്റിയും മ്യൂസിക്കൽ ഡെവലപ്മെന്റിനെ പറ്റിയും ഡിസ്കുകളിൽ നിന്ന് സീഡികളിലേക്കും പിന്നീട് ഡിജിറ്റലായി മാറിയ മ്യൂസിക്കിനെ പറ്റിയും ഒക്കെയും അവർ സംസാരിച്ചു. ഏറെ അതിശയത്തോടെയായിരുന്നു എല്ലാ മ്യൂസിക്കൽ കളക്ഷനും ചെറിയൊരു ഐപാഡിൽ ഒതുക്കാൻ പറ്റുമെന്ന വിവരമൊക്കെ ബി മനസ്സിലാക്കുന്നത്. ലോകത്തിൽ വന്ന മാറ്റങ്ങളും മറ്റും വീഡിയോസിലൂടെയും ഒക്കെയുമായി ബി നോക്കിക്കണ്ടു. എല്ലാത്തിനും അവളെ സഹായിക്കാനും കാര്യങ്ങൾ അവളെ പറഞ്ഞ് മനസ്സിലാക്കാനും കോള് കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഒരു രാത്രിയിൽ ഒന്നിച്ചിരുന്ന് സംസാരിക്കുമ്പോ തനിക്ക് ഒരു പൈലറ്റ് ആവാനായിരുന്നു ആഗ്രഹം എന്ന കാര്യം ബി കോളിനോട് പറഞ്ഞു. പതിയെ പതിയെയാണെങ്കിലും ബിയെ കോൾ ഒരുപാട് സ്നേഹിക്കാൻ ആരംഭിച്ചിരുന്നു. അന്ന് അവളോട് തന്റെ അടുപ്പം പ്രകടിപ്പിക്കാൻ അവൻ ഒരുങ്ങിയതുമാണ്. പക്ഷെ പെട്ടെന്ന് അത് വേണ്ടെന്ന് വെച്ച് അവൻ തന്റെ ബെഡിലേക്ക് പോയി. അടുത്ത ദിവസം സ്കൂളിൽ പോകുമ്പോൾ തന്നെയും കൊണ്ടുപോകാമോ എന്ന് ബി ചോദിച്ചു. കോളിനാദ്യം അതിന് സമ്മതമല്ലായിരുന്നെങ്കിലും ബി നിർബന്ധിച്ചപ്പോ മനസ്സെല്ലാം മനസ്സോടെ അവൻ സമ്മതിച്ചു. അടുത്ത ദിവസം സ്കൂളിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. കുട്ടികളിൽ പലരും പ്രച്ഛന്ന വേഷം പോലെ കോസ്റ്റ്യൂംസ് ധരിച്ചായിരുന്നു എത്തിയിരുന്നത്. ബി അതൊക്കെ കണ്ട് അതിശയിക്കുന്നുണ്ട്. പെട്ടെന്നായിരുന്നു കോൾ പോകുന്ന കണ്ട് കോസ്റ്റ്യൂം ധരിച്ചിരുന്ന ലിഡിയ അവന്റെ അടുത്തേക്ക് വന്നത്. ലിഡിയ കോളുമായി സംസാരിക്കാൻ തുടങ്ങി. കോളിന്റെ അടുത്ത് നിന്നിരുന്ന ബി, ഇവള് നിന്റെ ഗേൾഫ്രണ്ട് ആണോ എന്ന് കോളിനോട് ചോദിച്ചു. എന്തോ അവിടെ വിചിത്രമായി നടക്കുന്ന പോലെ ലിഡിയക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ബി ആണെങ്കിൽ ഓരോന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒടുവിൽ മറ്റു വഴിയില്ലാതെ കോള് തന്റെ കയ്യിലെ മോതിരം ഊരി മാറ്റി. അവന്റെ കയ്യിലെ ആ വിചിത്ര മോതിരം കണ്ട് ലിഡിയയുടൻ അതിനെപ്പറ്റി ചോദിച്ചു. പക്ഷേ അത് പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു സാധാരണ മോതിരമാണെന്ന് പറഞ്ഞ് കോൾ
കോള് വേഗം അവിടെ നിന്ന് വലിഞ്ഞു പോന്നു. ശേഷം അവൻ വീണ്ടും മോതിരം ധരിച്ചു. പക്ഷേ ബി അവിടെങ്ങും കാണുന്നുണ്ടായിരുന്നില്ല. മുമ്പോട്ട് പോയപ്പോഴാണ് ബി അവിടത്തെ ഹാളിലിരുന്ന് പിയാനോ വായിക്കുന്നത് കോള് നോക്കിക്കാണുന്നത്. തന്റെ ഒപ്പം ജോയിൻ ചെയ്യാനും മാറ്റിവെച്ച മ്യൂസിക്കിലേക്ക് തിരികെ വരാനും കോളിനെ ബി എൻകറേജ് ചെയ്തു. ഇതേസമയം മറുവശത്ത് കോളിന്റെ കയ്യിൽ കണ്ട മോതിരത്തെപ്പറ്റി കൗതുകം തോന്നിയിരുന്ന ലിഡിയ അതിനെപ്പറ്റി അന്വേഷിക്കാനും പഠിക്കാനും ആരംഭിച്ചിരുന്നു. മുത്തച്ഛന്റെ പഴയ ബുക്ക് സ്റ്റോറിൽ നിന്നും പുസ്തകങ്ങൾ എടുത്ത് അവളത് പരിശോധിച്ചു. ഒടുവിൽ ആ മോതിരത്തെപ്പറ്റിയുള്ള വിവരങ്ങളും കണ്ടെത്തി. ആ മോതിരം യാഥാർത്ഥ്യത്തിൽ പുരാതന കാലത്തെ മന്ത്രവിദ്യ ചെയ്യപ്പെട്ട ശപിക്കപ്പെട്ട ഒരു മോതിരമാണ്. 2 മോതിരമടങ്ങുന്ന സെറ്റിൽ നിന്ന് ഒരു മോതിരം ആരെങ്കിലും വേർപ്പെടുത്തിയാൽ ആ വേർപ്പെടുത്തുന്ന വ്യക്തി ശാപത്തിനിരയാകും. പിന്നീട് ആ മോതിരം വീണ്ടും ഒന്ന് ചേർത്താൽ മാത്രമേ ശാപത്തിൽ നിന്നും അവർക്ക് മോചനം ലഭിക്കുകയുള്ളൂ. എന്തായാലും അന്ന് കോളും ബിയും തിരികെ കോളിന്റെ വീട്ടിലെത്തി. അവരിരുന്ന് സംസാരിക്കുമ്പോ കോളിന്റെ അച്ഛനെ പറ്റി ബി ചോദിച്ചു. കോളിൽ അതിൽ ചെറിയ വിഷമം കാണാമായിരുന്നു. തന്റെ അച്ഛൻ ഹൃദയാഘാതം വന്ന് മരണപ്പെട്ടതാണ് എന്നവൻ ബിയോട് പറഞ്ഞു. അപ്പോഴാണ് ബി ആലോചിക്കുന്നത്, ഇന്ന് അവളുടെ ഡെത്ത് ആനിവേഴ്സറിയാണ്. അത് കേട്ടതും കൊള്ളാലോ എന്ന് പറഞ്ഞ കോള് നമുക്കതങ്ങ് സെലിബ്രേറ്റ് ചെയ്താലോ എന്ന് ചോദിച്ചു. ഒരു തീം പാർട്ടിയിൽ പോയി പങ്കെടുക്കാനായിരുന്നു അവൻ പ്ലാൻ ചെയ്തത്. അങ്ങനെ ബിയെയും കൂട്ടി കോള് പാർട്ടിക്ക് പോയി. പക്ഷേ പാർട്ടിക്കകത്ത് കടന്ന് കുറച്ചുനേരം പിന്നിട്ടതും ബിക്ക് ജീവൻ വന്ന പോലെ അവൾക്ക് തന്നെ തോന്നാൻ ആരംഭിച്ചു. അതിശയകരമെന്ന വണ്ണം അന്ന് പാർട്ടിയിൽ പങ്കെടുത്തവർക്കൊക്കെ അവളെ കാണാനും പറ്റുന്നുണ്ടായിരുന്നു. അവരൊന്നിച്ച് അന്ന് ഡാൻസ് ചെയ്തു, പരസ്പരം ചുംബനം കൈമാറി. പിന്നീട് പാർട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. പോകുന്ന വഴിയിൽ അവരൊരു സെമിത്തേരിക്കടുത്തെത്തി. ആ സമയം അവരുടെ തലയ്ക്ക് മുകളിലൂടെ ഒരു വിമാനം പറന്നുപോയി. ശേഷം അവർ പരസ്പരം കൈപിടിക്കാൻ നോക്കിയെങ്കിലും അപ്പോൾ അത് വർക്കാവുന്നുണ്ടായിരുന്നില്ല. പിന്നീട് അടുത്ത ദിവസം ലിഡിയ കോളിനെ തന്റെ ഗ്രാൻഡ് ഫാദറിന്റെ ലൈബ്രറിയിലേക്ക് വിളിച്ചു. പിന്നാലെ ആ റിങ്ങിനെ പറ്റി താൻ കണ്ടെത്തിയ കാര്യം ലിഡിയ തന്നെ കോളിനോട് വിശദീകരിച്ചു. ഈ മോതിരത്തിന് ഒരു പേര് കൂടിയുണ്ട്. ഇത് ഇരട്ട മോതിരങ്ങളിൽ ഒന്നാണ്. ഈ മോതിരം ഒന്നിച്ചായിരിക്കുമ്പോൾ ശാപങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. പക്ഷേ ഒരാൾ ഇതിൽ നിന്നൊരു മോതിരമെടുത്താൽ അതോടെ അയാൾ ശപിക്കപ്പെട്ടവനാകും. വളരെ പെട്ടെന്ന് തന്നെ വേദനയുളവാക്കുന്ന രീതിയിൽ അയാൾ കൊല്ലപ്പെടും. അയാളുടെ ആത്മാവ് അതോടെ കുടുങ്ങിക്കിടക്കും. പിന്നീട് ഈ മോതിരങ്ങൾ വീണ്ടും ഒത്തുചേർത്താൽ മാത്രമേ ആ ഒരു ആത്മാവിന് മോക്ഷം ലഭിക്കുകയുള്ളൂ. അതാണ് ഈ മോതിരത്തിന്റെ ശാപം. നിലവിൽ കോളിന്റെ കയ്യിലുള്ള റിങ്ങിന്റെ പേരായിട്ടുള്ള മോതിരം ഇപ്പോൾ ന്യൂയോർക്കിലെ മ്യൂസിയത്തിലാണുള്ളത്. അതിപ്പോൾ ലേലത്തിന് വെക്കാൻ പോവുകയാണ്. ആ കാര്യവും ലിഡിയ കോളിനെ അറിയിച്ചു. അത് വിറ്റുപോയാൽ വാങ്ങിയ വ്യക്തിയെ ട്രാക്ക് ചെയ്യാൻ നമുക്ക് സാധിച്ചെന്ന് വരില്ല. അതോടെ കോളിന് ബിയെ പറ്റിയുള്ള വിവരങ്ങൾ ലിഡിയയോട് പറയേണ്ടി വന്നു. ബിയെ മുക്തയാക്കണമെങ്കിൽ 2 മോതിരങ്ങളും ഒന്നിച്ച് ചേർത്തേ പറ്റൂ. താൻ മനസ്സിലാക്കിയ വിവരങ്ങൾ ബിയുടെ അടുത്ത് അറിയിക്കാൻ വേണ്ടി കോൾ ശ്രമിക്കാൻ ആരംഭിച്ചു. അത് പറയാനായിട്ടായിരുന്നു വേഗത്തിൽ അവൻ വീട്ടിലേക്ക് പോകുന്നത്. പക്ഷെ വീട്ടിലെത്തിയപ്പോഴോ കോളിന്റെ മുറി ബി അലങ്കരിച്ചൊരുക്കിയിരിക്കുകയാണ്. തന്നോടൊപ്പം ഒരു പാട്ട് പെർഫോം ചെയ്യാൻ ബി കോളിനോട് ആവശ്യപ്പെട്ടു. കോളും അതിനനുസരിച്ച് പ്രവർത്തിച്ചു. ആ പാട്ട് വരുന്ന സ്കൂളിലെ ഷോയ്ക്ക് അവൻ പെർഫോം ചെയ്യണമെന്നാണ് തന്റെ ആഗ്രഹം എന്ന് ബി അവനോട് പറഞ്ഞു. ബി തന്റെ കൂടെ അവിടെ ഉണ്ടെങ്കിൽ താൻ ആ പാട്ട് പെർഫോം ചെയ്യാം എന്ന കണ്ടീഷനിൽ കോൾ അതിന് സമ്മതിച്ചു. മ്യൂസിക്കിലേക്ക് അവൻ വീണ്ടും തിരികെ വരികയായിരുന്നു. പറഞ്ഞ പോലെ വന്നപ്പോ നീ എന്തോ ഇമ്പോർട്ടന്റ് കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ, എന്താ അത്? ബിയുടൻ അവനോട് ചോദിച്ചു. പെട്ടെന്ന് കോള് വല്ലാതായി. അത് പറയണമോ വേണ്ടയോ എന്നൊരു ആശങ്ക അവന്റെ ഉള്ളിൽ ഉടലെടുത്തു. ബിയെ അവൻ ഇഷ്ടമാണ്. മോതിരം ചേർത്ത് കഴിഞ്ഞാൽ ബി അവനെ വിട്ടു പോകും, ഒരുപക്ഷെ ആഫ്റ്റർ ലൈഫിലേക്ക് തന്നെ. അത് വേണോ വേണ്ടയോ അവനാകെ അങ്കലാപ്പിലായി. തൽക്കാലത്തേക്ക് ഒന്നും പറയേണ്ടെന്ന് തീരുമാനിച്ച അവൻ ഒന്നുമില്ലെന്ന് പറഞ്ഞൊഴിഞ്ഞു. അടുത്ത ദിവസം സ്കൂളിലെ എക്സാമിന് കുറഞ്ഞ മാർക്കായിരുന്നു അവന് കിട്ടിയത്. അവനതെന്താണെന്ന് ടീച്ചറോട് ചോദിച്ചു. നല്ല രീതിയിൽ ശ്രമിക്കണം, സത്യസന്ധമായി പരീക്ഷ എഴുതണം എന്നായിരുന്നു ടീച്ചർ പറഞ്ഞത്. കോള് വൈകാതെ ഓപ്ഷനിൽ വെച്ചിരുന്ന മോതിരത്തിന്റെ സ്റ്റാറ്റസ് നോക്കി. സമയം അവസാനിക്കാൻ പോവുകയായിരുന്നു. ആ മോതിരം വിൽക്കപ്പെട്ടതായി അതിൽ കാണിക്കുകയും ചെയ്തു. കോളിന് താനെന്തോ തെറ്റ് ചെയ്യുന്ന പോലെ ഒരു ഫീലിംഗ് വരുന്നുണ്ടായിരുന്നു. പിന്നീട് ബിയും അവനും മ്യൂസിക് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കെ അവന്റെ ഫോണിലേക്ക് ലിഡിയയുടെ ഒരു മെസ്സേജ് വന്നു. ഫോൺ ബിക്ക് മുമ്പിലിരിക്കുകയായിരുന്നു. മോതിരത്തിന്റെ ഓപ്ഷനെ പറ്റിയൊക്കെയായിരുന്നു മെസ്സേജിൽ ഉണ്ടായിരുന്നത്. ബി അത് നോക്കിക്കണ്ടു. എന്തായി നടക്കുന്നത്? ബി കോളിനോട് ചോദിച്ചു. ഇനിയും കാര്യങ്ങൾ മറച്ചുവെക്കാൻ കോളിന് പറ്റുന്നുണ്ടായിരുന്നില്ല. അതോടെ മോതിരത്തിന്റെ താൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ബിയോട് കോള് വിശദീകരിച്ചു. മോതിരങ്ങൾ കൂട്ടിയോജിപ്പിച്ചാൽ തനിക്ക് മോക്ഷം ലഭിക്കും എന്ന കാര്യം ബി തിരിച്ചറിഞ്ഞു. പക്ഷേ കോളിന് അവൾ തന്നെ വിട്ടുപോകണമെന്നുണ്ടായിരുന്നില്ലെന്നും അതുകൊണ്ട് അവൻ അവളോട് അക്കാര്യം
മറച്ചുവെച്ചുവെന്നും സ്വാർത്ഥമായി കോൾ അങ്ങനെ ചിന്തിച്ചതിൽ ബിക്ക് വല്ലാത്ത നിരാശ തോന്നി. കോളിനോട് ദേഷ്യപ്പെട്ടവൾ മോതിരം ഊരിമാറ്റാനും ഇനി തന്നെ കാണണ്ട എന്ന മട്ടിലും അവനോടായി പറഞ്ഞു. ഈ സമയം മറുവശത്ത് ലിഡിയ കോളിന്റെ അമ്മയെ വിളിച്ചു. കോൾ എവിടെ എന്ന് തിരക്കാനായിരുന്നു അത്. അമ്മയിൽ നിന്നും സ്കൂളിലെ മ്യൂസിക് റൂമിലാണ് അവനുണ്ടായിരുന്നത് എന്ന വിവരമറിഞ്ഞവൾ അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. ലിഡിയ അങ്ങോട്ടേക്ക് കടന്നു ചെന്നു. ആരോ പിയാനോ വായിച്ചുകൊണ്ടിരിക്കുന്നു. അത് ബിയാണ് എന്നവൾ മനസ്സിലാക്കിയിരുന്നു. ബിയെ കാണാൻ ലിഡിയയെ അവർ അനുവദിച്ചു. പിന്നീട് കോളും ലിഡിയയും ബിയും ചേർന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ തുടങ്ങി. കോളിന്റെ മനസ്സിലെ ബിയോടുള്ള സ്നേഹവും മറ്റും ബി തന്നെ പിന്നീട് തിരിച്ചറിയുന്നുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ കുടുങ്ങിക്കിടക്കാൻ അവൾക്ക് സാധിക്കില്ലല്ലോ. അവൾക്ക് മോക്ഷവും വേണം. കോളും അതിനോടകം കുറച്ചധികം തിരിച്ചറിവിലേക്ക് വന്നിരുന്നു. താൻ ചിന്തിക്കുന്നത് ഏറെ സ്വാർത്ഥമായിട്ടാണ്. ബിക്കും ഒരു ജീവിതമുണ്ട്. അതാണ് താൻ തടസ്സപ്പെടുത്തുന്നത്. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ താൻ അവളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു മാറ്റം വരുത്തിയേ തീരൂ എന്നവൻ തിരിച്ചറിഞ്ഞു. അവളോട് എത്രയധികം സ്നേഹമുണ്ടെങ്കിലും അതെല്ലാം മനസ്സിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു നിർത്തി ബിക്ക് സമാധാനത്തിലേക്ക് എത്തേണ്ടത് ചെയ്യാൻ അവൻ തീരുമാനിച്ചു. അവൻ ആ റിങ്ങിന്റെ ബാക്കിയെപ്പറ്റി അന്വേഷിക്കാൻ ആരംഭിച്ചു. ന്യൂയോർക്കിലെ മ്യൂസിയത്തിൽ അപ്പോഴും ആ റിങ്ങിന്റെ ബാക്കിയുണ്ട്. അതോടെ ബിയെയും ലിഡിയയെയും കൂട്ടി കോൾ അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. അങ്ങനെ ന്യൂയോർക്കിലെ മ്യൂസിയത്തിൽ ഒരു തരത്തിൽ കയറിപ്പറ്റിയവർ ഡിസ്പ്ലേ കേസിനകത്ത് അവരുടെ പക്കലുള്ള മോതിരത്തിന്റെ ബാക്കി കണ്ടു. കോള് തന്റെ വിരലിൽ കിടന്ന മോതിരമൂരാൻ തുടങ്ങിയതും ബി പെട്ടെന്ന് അത് തടഞ്ഞു. പിരിയുന്നതിനു മുമ്പ് അവൾ അവനോടുള്ള ഇഷ്ടം പറഞ്ഞു. അവനെ ഗാഢമായി ചുംബിച്ചു. പിന്നാലെ കോളും മോതിരമൂരി ആ മോതിരം അതിന്റെ പെയറിന്റെ ഒപ്പം ചേർത്തു. പൊടുന്നനെ അവന്റെ മുമ്പിൽ നിന്ന് ബി അപ്രത്യക്ഷമായി. തിരിച്ചിറങ്ങി വന്ന കോൾ ലിഡിയക്കൊപ്പം അവിടെ നിന്ന് പോന്നു. മനസ്സിൽ അവന് വേദന തോന്നുന്നുണ്ടായിരുന്നു. അവൻ വീട്ടിലേക്ക് എത്തിയപ്പോൾ ബിയുടെ പഴയ ഫോട്ടോ ആൽബവും ഡയറിയും ഒക്കെയും അവിടെ തന്നെയുണ്ട്. അവനതെടുത്ത് തുറന്നു നോക്കി. പക്ഷെ ഇപ്പോൾ അതിൽ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. അതിൽ പുതിയ ഫോട്ടോസൊക്കെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അതിൽ നിന്നും കോള് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി. ആഫ്റ്റർ ലൈഫിലേക്ക് പോകും എന്ന് പ്രതീക്ഷിച്ച ബി ശരിക്കും പോയത് അവളുടെ പാസ്റ്റിലേക്കാണ്. അവൾക്ക് സെക്യൂരിറ്റി അവളെ പുറത്തേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് ആ മോതിരം തിരികെ വെക്കാൻ കഴിഞ്ഞു. അവൾ അന്ന് അപകടം പറ്റി മരിച്ചില്ല. ആത്മാവായി സ്റ്റെക്കായില്ല. അവൾ അവളുടെ ജീവിതം സന്തോഷത്തോടെ മുമ്പോട്ട് ജീവിച്ചു. അവൾ ഒരു പൈലറ്റായി മാറി. പിന്നീട് വിവാഹം കഴിച്ചു. അവൾക്ക് കുട്ടികളുണ്ടായി. ഏറെ സന്തോഷത്തോടെ അവൾ ജീവിച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞു. എന്തോ അതൊക്കെ കണ്ടപ്പോ വല്ലാത്തൊരു ആശ്വാസം കോളിന് തോന്നിയിരുന്നു. കോളിന്റെ ജീവിതവും ബിയുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് നല്ല രീതിയിൽ മുമ്പോട്ട് പോവാൻ തുടങ്ങി. കോള് സ്കൂളിൽ നല്ല ഗ്രേഡിലേക്ക് ഉയർന്നു. നല്ല മാർക്ക് വാങ്ങാൻ തുടങ്ങി. പോരാത്തതിന് പാട്ട് പാടാനും സ്റ്റേജ് പെർഫോമൻസും ഒക്കെ ആരംഭിച്ചു. അവൻ പാടുമ്പോൾ ബി തന്റെ മുമ്പിൽ നിന്ന് തന്നെ കേൾക്കുന്നുണ്ട് എന്നെപ്പോഴും ചിന്തിക്കുമായിരുന്നു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ഈ ഒരു ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.